തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ നിൽക്കാതെ മഴ പെയ്യുകയാണ്. ഇന്ന് രാവിലെ ഒരു 2 മണിക്കൂർ മഴയൊന്ന് മാറി നിന്നതൊഴിച്ചാൽ തുടർച്ചയായ മഴ ഉണ്ടാകുന്നുണ്ട്. നദികളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുകയാണ്. അതോടൊപ്പം മലയോര മേഖലയിലേക്കുള്ള യാത്രയടക്കം നിരോധിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നമായി നിൽക്കുന്നത്. പൊന്മുടി അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി പല ഇടറോഡുകളും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. വീടുകളിലേക്കടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ചാക്ക അതോടൊപ്പം തന്നെ തമ്പാനൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ രാവിലെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. സാധാരണ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് വെള്ളം നല്ലോണം കയറും. സാധാരണ പല വീടുകളുണ്ട്, 400ഓളം കുടുംബങ്ങളുണ്ട്. സാധാരണ വെള്ളം കയറണം. ഇപ്പൊ അധികം കയറിയിട്ടില്ല. പക്ഷെ എന്നാലും വെള്ളം ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല, വെള്ളം കയറാൻ നല്ല ചാൻസ് കൂടുതലാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പല ആളുകളും ഉള്ളത്. മഴ തുടങ്ങിയിട്ട് ഇതൊന്ന് ഇടയ്ക്കൊന്ന് കുറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ കുറഞ്ഞു നിൽക്കുമ്പോഴും വെള്ളം ഇറങ്ങി പോകുന്നില്ല. ഈ ചാക്കയടക്കമുള്ള ആ സ്ഥലത്തെ പ്രതിസന്ധി അതാണ്. വെള്ളം പൂർണ്ണമായും ഇറങ്ങിത്തീരുന്നില്ല. വാഹനങ്ങൾ അവിടെ നിർത്തിയിടുന്നതും നിർത്തിയിട്ട വാഹനങ്ങൾ എടുക്കാൻ പറ്റാതെ വരുന്നതും ഓഫായി പോകുന്നതുമെല്ലാം ഒരു സ്ഥിരം കാഴ്ചയായി ഇപ്പോൾ ആ മേഖലയിലെല്ലാം മാറുകയാണ്. ചേട്ടാ, അവിടെയാണോ വീട്? ഇവിടെയാണ് വീട്. ഇവിടെ എപ്പോഴും വെള്ളപ്പൊക്കമാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ കിടക്കാൻ പോലും ഒക്കില്ല. ഈ മുട്ടടി വെള്ളമാണ്. വീടിനകത്തേക്കൊക്കെ വെള്ളം കയറി? വീടിനകത്ത് വെള്ളം കയറി. വീടിനകത്ത് ഒരു നിവർത്തിയില്ല. ഇപ്പം തേച്ചെഴുതിയതേ ഉള്ളൂ. ഇപ്പൊ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം വെള്ളം കുറച്ച് ഇറങ്ങി. മലയോര മേഖലയിലും വനപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് അടക്കം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇടവിട്ട് ഉള്ള മഴയാണ് തുടരുന്നത്. വരുന്ന 3 ദിവസങ്ങളിൽ കൂടി മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നഗരത്തിലെ സ്ഥിതി എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.